ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എനിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബാച്ചിനെ സ്പെഷ്യൽ ആക്കിയത് നിങ്ങളുടെ വൈബ്, നിങ്ങളുടെ പരസ്പരമുള്ള കെയർ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു വർഷം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിൽ ഉപരിയായിട്ട് ഒരു വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ചില ബാച്ചസ് നമ്മളെ പഠിപ്പിച്ച വർഷങ്ങൾ ഓർമ്മിപ്പിക്കും അല്ലെ. നമ്മളിപ്പോ 2005 ബാച്ച് ആയിരുന്നു, അല്ലെങ്കിൽ 2020 ബാച്ച് ആയിരുന്നു എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ ഈ ഒരു വർഷത്തെ ബാച്ച് എന്ന് പറയുന്നത് നമുക്ക് കുറെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ തന്നിട്ടുള്ള ബാച്ചാണ്. കഴിഞ്ഞൊരു വർഷത്തെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസുകൾ നടന്ന ഒരു ബാച്ചായിരുന്നു കഴിഞ്ഞ വർഷത്തെ. അതിൽ ഏറ്റവും കാരണം കുട്ടികൾ തന്നെയാണ്. നമ്മൾ എന്തൊരു സജഷൻ പറഞ്ഞാലും അത് എല്ലാവരും ഒരുമിച്ച് ഫുൾ പവറോടെയാണ് എല്ലാ പിള്ളേരും ചെയ്യാൻ നമ്മുടെ ഒപ്പം നിന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റീൽസുകൾ വന്നത് പോലും കഴിഞ്ഞ വർഷമാണ്. അപ്പൊ അതാണ് ഈ ബാച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ ജൂനിയേഴ്സ് ഇരിക്കുന്ന പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സീനിയേഴ്സിന്റെ കോൺവൊക്കേഷൻ ഡേ തുടങ്ങി, അതേപോലെ തന്നെ സിനേവാക്ക് അല്ലെ. അപ്പൊ ഒത്തിരി ഹീറോനെ അനുകരിച്ച കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മളുടെ ഹോളിഡേയ്സിൽ, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടിയ ഫുഡൊക്കെ കഴിച്ചത്, ചിലവരുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിച്ചു, എറണാകുളമൊക്കെ കറങ്ങാനൊക്കെ പോയി. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് കുറെ ഇവന്റ്സുകൾ ഉണ്ടായി, പ്ലസ് 2 ട്രിപ്പുകളായിരുന്നു. ഒന്ന് ഗോവയിലേക്കും ഒന്ന് മലേഷ്യയിലേക്കും ആയിരുന്നു. സോ 2 ട്രിപ്പും അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഒരിക്കലും പോകുന്ന സ്ഥലത്തേക്കാൾ കൂടുതൽ പോകുന്ന കൂടെ ഉള്ളവരാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതുപോലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഒരുമിച്ച് ആഘോഷിച്ച മലേഷ്യൻ ട്രിപ്പ്, അത് നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മൾ പോയ 36 പേർക്കും അത് വളരെ മനോഹരമായിട്ടുള്ള മെമ്മറി ആയിരുന്നു. അത് 36 പേരും അതിനെ തിരിച്ചൊരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മെമ്മറീസ് നന്നായിട്ട് ആഘോഷിക്കുക. ഓക്കെ, ഈ മെമ്മറീസ് ആയിരിക്കും നമ്മളുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്ന ചില സന്തോഷ നിമിഷങ്ങൾ. എൻ്റെ ഒരു ഇത്രയും നാളത്തെ കരിയറിൽ ഏറ്റവും എനിക്ക് മറക്കാനാവാത്തൊരു ബാച്ചായി മാറുന്നത് നിങ്ങളായിരിക്കും. ടാലന്റ് ഫ്ലൈയിൽ ഇത്രയും നാളിൽ ഏറ്റവും ബെസ്റ്റ് ബാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളാണ്. നിങ്ങളിന്ന് പോകുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ നമ്മൾ വീണ്ടും ഇനിയും കാണാനുള്ളതാണ്. ഇനി നമുക്ക് അതിനുവേണ്ടി അലൂമിനി മീറ്റും പല പ്രോഗ്രാംസുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. ടാലന്റ് ഫ്ലൈയിൽ വന്നിട്ട് എനിക്ക് എന്ത് കിട്ടിയതെന്ന് ചോദിച്ചാൽ, ഓഫ് കോഴ്സ് അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ്. മുന്നേയൊക്കെ എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ കേരളം മൊത്തം, അതായത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും എനിക്ക് ഫ്രണ്ട്സായി. പിന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും ഭയങ്കര താങ്ക്ഫുൾ ആണ്. പക്ഷെ ടാലന്റ് ഫ്ലൈ വന്നിട്ട് വേറെ ജില്ലയിലെ കുറെ ആൾക്കാരെ കണ്ടോട്ടാൻ പറ്റി. അരുൺ സാറിനെ, സിന്ധു സാറിനെ പറ്റിയാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഫാക്കൽറ്റിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവര് ഫ്രണ്ട്സ്, ടാലന്റ് ഫ്ലൈയിൽ വന്നിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം അടിപൊളിയാണ്. ഒരു ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ നമുക്ക് ഗ്രൂപ്പിൽ വോയിസ് നോട്ട് വന്നു, അഖിൽ സാറിൻ്റെ നമുക്ക് ഈ ഒരു വർഷത്തെ പറ്റി എന്താണ് പറയാനുള്ളത്. എല്ലാവരോടും പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു കരിയർ ഉണ്ടാവണം. ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഒരുമിച്ച് കൂടണം തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല പൊസിഷനിലായിരിക്കുന്നൊരു കാലഘട്ടമായിരിക്കണം അത്. പിന്നെ ടാലന്റ് ഫ്ലൈയിൽ വന്നതിന് ശേഷം നല്ല കുറേ ബന്ധങ്ങൾ കിട്ടി. ഫ്രണ്ട്സ് ആയാലും സ്റ്റാഫായാലും. ടാലന്റ് ഫ്ലൈയിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടാലന്റ് ഫ്ലൈ എന്നാണ് ഞങ്ങൾ പോയത്. ഹലോ ഫ്രണ്ട്സ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് ടാലന്റ് ഫ്ലൈയിൽ വന്നിട്ടാണ്. എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത് ടാലന്റ് ഫ്ലൈ ആണ്. അത് ഞാൻ എവിടെയും പറയും. അതായത് ഇവിടെ വന്ന ഫസ്റ്റ് ഡേ തൊട്ട് ഇപ്പം ഈ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന വരെയുള്ള ഒരു ദിവസം വരെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മാറ്റത്തിന് കാരണം തീർച്ചയായിട്ടും ടാലന്റ് ഫ്ലൈ ആണ്. അതുപോലെ സാറുമാരായാലും സിന്ധു സാറായാലും അരുൺ സാറായാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ ടാലന്റ് ഫ്ലൈന്ന് പോകുമ്പോൾ കുറേ മെമ്മറീസ് ഉണ്ട്. കാരണം ഒന്നും കൂടി പോകണം എന്ന് തോന്നിയൊരു ട്രിപ്പും കൂടിയായിരുന്നു മലേഷ്യ ട്രിപ്പ്. പിന്നെ ക്ലാസ്സിലെ ഓരോ മൊമെന്റ്സും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഓരോ സെലിബ്രേഷൻ ആയിക്കോട്ടെ, ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എന്തും അതെല്ലാം നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. സ്നേഹമാ മാറി നനഞ്ഞ
അതെന്ത് കിട്ടിയില്ല? സോ ഹേ, നിങ്ങളുടെ ലൈഫിലെ ടാലന്റ് ഫ്ലൈയുടെ അധ്യായം ഇന്ന് ഇവിടെ തീരുക. പക്ഷെ ടാലന്റ് ഫ്ലൈയുടെ ലൈഫിലെ നിങ്ങളുടെ അധ്യായം ഒരിക്കലും തീരുന്നില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഇനിയാണ് നിങ്ങളുടെ കഥ തുടങ്ങുന്നത്. സോ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഗോ റൈറ്റ് എ സ്റ്റോറി ദാറ്റ് ഈസ് സോ പ്രഷ്യസ്, സോ അഡ്വഞ്ചറസ്. ഒരു നാൾ തിരിഞ്ഞു നോക്കുമ്പോൾ യു നീഡ് ടു സേ ഡാം, ഇത്രക്ക് അടിപൊളിയായിരുന്നു. സോ ബൈ ടിൽ വി മീറ്റ് അഗൈൻ.